ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാടിന് പുറമെ റായ്ബറേലിയിലും മത്സരിക്കാനുള്ള രാഹുലിന്റെ തീരുമാനത്തിനെതിരെ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. രാഹുൽ വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയും മുസ്ലിം ലീഗിനെ വിഡ്ഢികളാക്കുകയുമാണ്. 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് തെറ്റല്ലെന്നും എന്നാൽ അത് വയനാട്ടിലെ ജനങ്ങളെ മുൻകൂട്ടി അറിയിക്കണമായിരുന്നുവെന്നും സുരേന്ദ്രൻ വിമർശിച്ചു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് രാഹുൽ ആദ്യമായി വയനാട്ടിൽ മത്സരിക്കാനെത്തുന്നത്. കാലങ്ങളായി ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിന്നായിരുന്നു രാഹുൽ ലോക്സഭയിലേക്ക് ജയിച്ചിരുന്നത്. കഴിഞ്ഞ തവണ അമേഠിക്കൊപ്പം വയനാടും മത്സരിച്ചു. അമേഠിയിൽ 55,120 വോട്ടിന് BJPയുടെ സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടപ്പോൾ രാഹുലിനെ തുണച്ചത് വയനാടായിരുന്നു. എന്നാൽ ഇപ്പോൾ വയനാടിനൊപ്പം റായ്ബറേലിയിലും മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് രാഹുൽ. അതിനെയാണ് BJP ചർച്ചയാക്കുന്നത്. രണ്ടാമതൊരു മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ എന്തുകൊണ്ട് കാലങ്ങളായി മത്സരിച്ചിരുന്ന അമേഠി തിരഞ്ഞെടുത്തില്ല എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. അങ്ങനെ ചെയ്യാതിരുന്നത് ഭീരുത്വമാണെന്നും BJP ആരോപിക്കുന്നു. അതിനൊപ്പം 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന കാര്യം എന്തുകൊണ്ടാണ് വയനാട്ടിൽ പ്രചാരണം നടത്തുന്ന സമയത്ത് പറയാതിരുന്നത് എന്നും BJP ചോദിക്കുന്നു. എത്രയോ വർഷം സ്വന്തം കയ്യിലിരുന്ന അമേഠി കഴിഞ്ഞ തവണ പരാജയപ്പെട്ടിട്ട് ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ പോവാത്ത രാഹുൽ ഗാന്ധിയെ പോലെ ഒരു ഭീരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേറെ ഉണ്ടാവില്ല. അദ്ദേഹം അമേഠിയിലായിരുന്നു മത്സരിച്ചിരുന്നെങ്കിൽ പറഞ്ഞാൽ ഒരു ന്യായം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ മാത്രമാണ് തോറ്റത്, ഇത്തവണ ആ മണ്ഡലം തിരിച്ചു പിടിക്കും, കോൺഗ്രസ് തിരിച്ചുവരവിന്റെ പാതയിലാണ് എന്നൊക്കെ പറയാമായിരുന്നു. അമേഠിയിൽ മത്സരിക്കാതെ കഴിഞ്ഞ തവണ വിജയിച്ച ഏക സീറ്റായ റായ്ബറേലിയിൽ മത്സരിച്ചതോടുകൂടി രാഹുൽ ഗാന്ധിയുടെ ഭീരുത്വം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലായ്മ, ഒരു പ്രതിപക്ഷത്തിന്റെ നേതാവായിട്ട് പോരടിക്കാനുള്ള ഒരു ആർജവമില്ലായ്മയാണ് കാണിച്ചിരിക്കുന്നത്. ഇത് മുൻനിർത്തി രാഹുലിനെതിരെ പ്രചാരണം ശക്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് BJP. അതേസമയം മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുന്നുണ്ടെന്ന് വയനാട്ടിലെ ജനങ്ങളോട് മറച്ചുവെച്ചത് വോട്ടർമാരോട് ചെയ്ത നീതികേടാണെന്ന് വയനാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി ആനി രാജയും വിമർശിച്ചു. ജനം, കോഴിക്കോട്.